ടു ന്യൂ സെക്ഷൻ ഓഫ് ബയോളജി. നമുക്ക് കഴിഞ്ഞ സെക്ഷനിൽ കണ്ണിൻ്റെ പഠിച്ചു കഴിഞ്ഞാണ്. അടുത്ത രണ്ടാമത്തെ സെൻസ് ഓർഗൻ ഇയർ. ഇനി നമുക്ക് പഠിക്കേണ്ടത് കണ്ണ്. ഈ ആയി പഠിച്ചു കഴിഞ്ഞു. ഇയർ, പിന്നെ നോസ്, ടങ്ക്, സ്കിന്ന്, 5 അത് ചെവി. ചെവിയുടെ 2 ജോലിയാണ് ചെവി. കണ്ണിൻ്റെ ജോലി എന്താ? കാഴ്ച മാത്രമേ ഉള്ളൂ. പക്ഷെ ചെവിക്ക് 2 ജോലിയുണ്ട്. ഒന്ന് നമുക്കറിയാം, ഹിയറിങ്, കേൾവിയാണ്. അപ്പോൾ ഒന്ന് നമുക്കറിയാത്തൊരു ജോലിയും കൂടെ ചെയ്യുന്നുണ്ട്, ബോഡി ബാലൻസിങ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ തുലന നില. നമുക്കറിയാം ബ്രെയിനിലെ ഏത് ഭാഗമാണ് തുലന നിലയെ സഹായിക്കുന്ന? എക്വിലിബ്രിയം, ബോഡി ബാലൻസ്, സെറിബെല്ലാണ്. അപ്പം നമ്മുടെ ചെവിയും സെറിബെല്ലവും തമ്മിലൊരു കണക്ഷനുണ്ട്. ഇപ്പം നമ്മുടെ ശരീരം ക്രമാതീതമായി ചലിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, മീൻസ് നമ്മുടെ നന്നായിട്ട് വട്ടം കറങ്ങിയിട്ട് വെറുതെ നിന്ന് നോക്കി നമുക്ക് തല ചുറ്റൂലേ. അപ്പം ഇതൊക്കെ സംഭവിക്കുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ ബോഡി ബാലൻസ് പോകുന്നു എന്ന് പറയും. നമ്മൾ കൊച്ചുങ്ങളെയൊക്കെ എടുത്ത് ഇങ്ങനെ കുറേ നേരം കറക്കിയിട്ട് അങ്ങ് വിട്ടാൽ അവർ വീണ് മറിഞ്ഞു പോകും അല്ലേ? അതെന്താ കാരണം? അവരുടെ ബാലൻസ് പോകുന്നത്. അവിടെ ബാലൻസ് പോകുന്നത് അപ്പോൾ സെറിബെല്ലത്തിൻ്റെ കൺട്രോൾ പോവുകയാണ്. അവിടെ കൺട്രോൾ പോകാനൊരു കാരണമുണ്ട്. നമ്മുടെ ചെവിയുടെ ഉള്ളിലൊരു ഫ്ലൂയിഡ് ഉണ്ട്, ഒരു ദ്രാവകമുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തല ചലിപ്പിക്കുമ്പോൾ ഈ ഫ്ലൂയിഡിൻ്റെ ഒരു ചലനം, അത് ക്രമമില്ലാത്തൊരു ചലനം, ഓവറായിട്ട് അതിങ്ങനെ മൂവ് ചെയ്യും. ഈ ചലനമാണ് ഈ ബാലൻസ് തെറ്റുന്നതിന് കാരണം. അത് നമ്മളിതിൻ്റെ അവസാനം പഠിക്കും. അപ്പോൾ ഇയറിൻ്റെ ഫങ്ഷൻ എന്താ? 2 ഫങ്ഷൻസ്, ഹിയറിംഗ് ആൻഡ് ആൾസോ ഹെൽപ്സ് ഇൻ ബോഡി ബാലൻസ് ഓർ എക്വിലിബ്രിയം. അപ്പോൾ എക്വിലിബ്രിയത്തിൻ്റെ ഭാഗം അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം ഹിയറിംഗ് നോക്കാം. അപ്പം ചെവി നമ്മൾ പുറത്ത് കാണുമ്പോൾ ചെവി നമുക്ക് ഈ ഭാഗം മാത്രമാണ് നമ്മൾ കാണുന്നത്. പിന്നെ അകത്തേക്ക് എന്തോ ഒരു കനാല് പോകുന്നത് പോലെയും നമുക്കറിയാം. അതിൻ്റെ ഉള്ളിൽ എന്താ നമുക്കറിയില്ല. അപ്പം നമുക്ക് നോക്കാം ചെവിയുടെ ഘടന. നമ്മൾ പുറത്ത് കാണുന്ന ഭാഗം എന്താ, ഉള്ളിലേക്ക് പോയാൽ എന്തൊക്കെയുണ്ട്, ഏകദേശം ഒരു ചിത്രമാണ് ഇതിനകത്ത്. അപ്പോൾ പാർട്സ് ഓഫ് ഇയർ 3ആയിട്ട് തിരിക്കുക: എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്റേണൽ ഇയർ. അപ്പം എക്സ്റ്റേണൽ ഇയർ അതായത് ബാഹ്യകർണം, മിഡിൽ ഇയർ മധ്യകർണം, ഇന്റേണൽ ഇയർ ആന്തരകർണം. ഇങ്ങനെ ചെവിയെ 3 ഭാഗങ്ങളായി തിരിക്കണം. അപ്പൊ ഇനി നമുക്ക് എക്സ്റ്റേണൽ ഇയർ ഏതാന്ന് നോക്കാം. നമ്മൾ പുറത്ത് കാണുന്നതാണ് ബാഹ്യകർണം. അപ്പൊ ചെവിയുടെ പുറത്ത് നമ്മൾ കാണുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിനെ വിളിക്കുന്ന പേര് ചെവിക്കുട എന്ന് വിളിക്കും. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് പിന്ന അല്ലെങ്കിൽ ചെവിക്കുട. അപ്പൊ ഈ ചെവിക്കുട അതാണ് നമ്മൾ പുറത്ത് കാണുന്നത്. നമുക്ക് ആദ്യം എല്ലാ ഭാഗത്തെ ഒന്ന് പരിചയപ്പെടാം, അത് കഴിഞ്ഞ് ഫങ്ഷൻസ് പറയാം. ഇനി അല്ലെങ്കിൽ ചെവിക്കുട നമുക്കറിയാം, നമ്മൾ എന്താ ബഡൊക്കെ കയറ്റി വെക്കുമ്പോൾ ഒരു കനാല് പോലെ അകത്ത് പോകുന്ന കാണാമല്ലോ. ഇതാണ് ഇയർ കനാൽ അല്ലെങ്കിൽ ആഡിറ്ററി കനാൽ അല്ലെങ്കിൽ കർണനാളം എന്ന് പറയുന്ന. ഇനി ആഡിറ്ററി മീറ്റസ് എന്നും പറയും. നിങ്ങൾ സിമ്പിളി ആഡിറ്ററി കനാലെന്നോ ഇയർ കനാലെന്നോ നിങ്ങൾക്ക് വിളിക്കാം. കർണനാളം. ഈ നാളം പോയിട്ട് അവസാനിക്കുന്നത് ഒരു മെംബ്രെയിൻ ലൈക്ക് സ്ട്രക്ചറിലാണ്, ഒരു സ്തരത്തിലാണ് ഇത് പോയി അവസാനിക്കുന്നത്. ഈ സ്തരത്തിനെ ഇയർ ഡ്രം എന്നോ അല്ലെങ്കിൽ ടിംബാനം എന്നോ ഇതിനൊരു പേരുണ്ട്. മലയാള പേര് കർണപടം എന്നാണ് അതിൻ്റെ പേര്. എങ്ങനെയാണ് കർണപടം പോകുന്നത്? ഒരു കനാല് പോയി ഇങ്ങനെ ഒരു ട്യൂബ് പോയിട്ട് ട്യൂബിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ സ്ഥലം വെച്ച് അടപ്പിനെ കെട്ടിവെച്ചാൽ എങ്ങനെ ഇരിക്കും? ഇവിടെ അടച്ചു കഴിഞ്ഞു. ഇതൊരു സ്ഥലം കൊണ്ട് ഇങ്ങനെ ഈ സ്ഥലത്തിലോട്ടാണ് ഈ ട്യൂബ് പോയി അവസാനിക്കുന്നത്. ഇതാണ് കർണപടം അല്ലെങ്കിൽ ടിംബാനം അല്ലെങ്കിൽ ഇയർ ഡ്രം. ഇനി അത് കഴിഞ്ഞാൽ അകത്തേക്ക് കയറിയാൽ 3 അസ്ഥികൾ ചേർന്നിരിക്കുന്നതാണ്. ഒന്നിനോടൊന്നിനോട് ബന്ധിപ്പിച്ച് ചങ്ങല കെട്ടിയതുപോലെ 3 അസ്ഥികൾ. ഈ അസ്ഥികളെ പറയുന്ന പേര് ഇയർ ഓസിക്കിൾ എന്നാണ് പറയുക. എന്താണ്? ഇയർ ഓസിക്കിൾസ്. അസ്ഥി ശൃംഖല എന്ന് വിളിക്കും. എന്താണ് ശൃംഖല? ചെയിൻ. അസ്ഥിയുടെ ഒരു ചെയിൻ എന്ന് വിളിക്കും. ഇതിനകത്ത് 3 അസ്ഥികളാണുള്ളത്. ഒന്നാമത്തെ പേര് മാലിയസ്, രണ്ടാമത്തെ പേര് ഇൻകസ്, മൂന്നാമത്തെ പേര് സ്റ്റാപ്പിസ്, MIS. അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ ഓർമ്മ വയ്ക്കും. MIS, മാലിയസ്, ഇൻകസ്, സ്റ്റാപ്പിസ്. അങ്ങനെ 3 അസ്ഥികൾ, അവരുടെ ഒരു ശൃംഖല, ഒരു ചെയിൻ. അപ്പം മാലിയസ്, ഇൻകസ്, സ്റ്റാപ്പിസ് ഇവരെന്ത് വിളിക്കും? ഇയർ ഓസിക്കിൾസ് അല്ലെങ്കിൽ അസ്ഥി ശൃംഖല. അപ്പൊ ഈ കർണപടം അല്ലെങ്കിൽ ടിംബാനം എത്തുമ്പോൾ എക്സ്റ്റേണൽ ഇയർ അവസാനിക്കും, ബാഹ്യകർണം അവസാനിക്കും. ഈ 3 അസ്ഥികൾ ചേർന്ന അസ്ഥി ശൃംഖലയാണ് മിഡിൽ ഇയർ. അപ്പൊ മധ്യകർണത്തിൽ ആര് മാത്രമേ ഉള്ളൂ? 3 അസ്ഥികൾ മാത്രമേ ഉള്ളൂ. ഇനി അസ്ഥികൾ അവസാനിക്കുന്നിടത്ത് ഇയർ ഡ്രമ്മിനെ പോലെ 2 മെംബ്രെയിൻ ഉണ്ട് ഈ അസ്ഥി ശൃംഖലയുടെ അവസാനം.
ഒന്ന് വാവൽ ഷേപ്പിലിരിക്കും, അതിനെ വാവൽ വിൻഡോ എന്നും, ഒന്ന് റൗണ്ട് ഷേപ്പിലിരിക്കും, അതിനെ റൗണ്ട് വിൻഡോ എന്നും വിളിക്കും. ഓക്കെ, വാവൽ വിൻഡോ എന്നും റൗണ്ട് വിൻഡോ എന്നും വിളിക്കും. ഇനി അത് കഴിഞ്ഞാൽ മിഡിൽ ഇയർ അവസാനിച്ചു, മധ്യകർണം അവസാനിച്ചു. ഇനി നമ്മൾ ആന്തരകർണത്തിലേക്ക് പോയാൽ അവിടെ ഒച്ചിൻ്റെ പുറന്തോട് പോലെ ചുരുട്ട ഒരു സാധനമുണ്ട്. ഇതിൻ്റെ പേരാണ് കോക്ലിയ. മലയാളത്തിൽ എൻ്റെ പേര് കോക്ലിയ തന്നെയാണ്, കോക്ലിയ ആണ് എൻ്റെ പേര്, കോക്ലിയ. ഇത് പലരും ക്ലോക്കിയ എന്നൊക്കെ എഴുതും, കോക്ലിയ, കോക്ലിയ ആണ് എൻ്റെ പേര്. ഈ കോക്ലിയൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ആക്ച്വൽ പാർട്ട് ഓഫ് ഹിയറിംഗ്. ശ്രവണത്തിൻ്റെ യഥാർത്ഥ ഭാഗം ഇതാണ്, കോക്ലിയാണ് ഇതിൻ്റെ യഥാർത്ഥ ഭാഗം. നമ്മുടെ ചെവിയുടെ ഹിയറിങ്ങിനെ സഹായിക്കുന്ന, കേൾവിയെ സഹായിക്കുന്ന ഭാഗം ഇതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 3 സെമി സർക്കുലാർ കനാലുകൾ. സെമി സർക്കുലാർ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്, പകുതി വട്ടം എന്നർത്ഥം. അർദ്ധവൃത്താകാര കുഴലുകൾ 3 എണ്ണം ഉണ്ട്. അപ്പം ഈ കോക്ലിയ അർദ്ധവൃത്താകാര കുഴലുകളും ചേർന്നതാണ് ഇന്റേണൽ ഇയർ അല്ലെങ്കിൽ ആന്തരകർണം. അപ്പം ചെവിക്ക് 3 ഭാഗങ്ങൾ: ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്റേണൽ ഇയർ. എക്സ്റ്റേണൽ ഇയറിനകത്ത് പിന്നെ ഇയർ കനാൽ അല്ലെങ്കിൽ ആഡിറ്ററി കനാൽ വിച്ച് എൻഡ്സ് ഇൻ ദ ഇയർ ഡ്രം ഓർ ടിംബാനം, കർണപടത്തിൽ അവസാനിക്കും. മിഡിൽ ഇയർ കൺസിസ്റ്റ് ഓഫ് 3 ഇയർ ഓസിക്കിൾസ്, മാലിസ്, ഇൻകസ്, സ്റ്റാപ്പിസ്. It include the middle ear and the stapes end in oval window and round window, and internal ear consists of 3 semicircular canals and cochlea. 3 അർദ്ധവൃത്താകാര കോലുകളും ഒരു കോക്ലിയ. ഇനി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് ഈ സ്റ്റാപ്പിസ് എന്ന് പറയുന്ന ചെവിക്കുള്ളിലിരിക്കുന്ന അസ്ഥി. അപ്പം ഇത്രയും നമ്മുടെ ഇയറിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് ഓരോ ഭാഗത്തിൻ്റെ ആയിട്ട് ധർമ്മത്തിലേക്ക് പോകാം. ഒന്നാമത്തെ പിന്ന. ഈ പിന്നയെ ചെവിക്കുട എന്നാണ് മലയാളത്തിൽ പറയുക, ചെവിക്കുട. ഇതെന്ത് ചെയ്യും? നമ്മൾ കുറച്ച് ദൂരേന്നായാലും നമ്മൾ ശബ്ദം കേൾക്കുമല്ലോ. ഈ ശബ്ദം കേൾക്കാൻ കാരണം ഈ ചെവിക്കുട ഈ ശബ്ദ തരംഗങ്ങളെ സ്വീകരിച്ച് ഉള്ളിലേക്ക് അയക്കുന്നത് കൊണ്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇതാണ് പിന്നയുടെ ജോലി. അപ്പോൾ പിന്നെ വാട്സ് ഫംഗ്ഷനും പിന്നെ ഇത് ശബ്ദ തരംഗങ്ങളെ സ്വീകരിച്ച് കണ്ണനാളത്തിൻ്റെ ഉള്ളിലേക്ക് അയക്കുന്നു. ഇറ്റ് റിസീവ് ദ സൗണ്ട് വേവ്സ് ആൻഡ് കണ്ടക്ട് ടുവേർഡ്സ് ദ ആഡിറ്ററി കനാൽ. ശബ്ദ തരംഗങ്ങളെ സ്വീകരിച്ച് ആഡിറ്ററി കനാലിൻ്റെ ഉള്ളിലേക്ക് അയക്കും. ഇത്രേ ഉള്ളൂ പിന്നീട് ജോലി. ഇനി അടുത്തതാര ആഡിറ്ററി കനാൽ അല്ലെങ്കിൽ കർണനാളം അല്ലെങ്കിൽ ഇയർ കനാൽ. ഇതിൻ്റെ ജോലി എന്താന്ന് വെച്ചാൽ, ഒന്ന് പിന്നെ സ്വീകരിച്ച സൗണ്ട് വേവ്സിനെ ടിംപാനത്തിലെത്തിക്കുക, കർണപടത്തിലെത്തിക്കുക അല്ലെങ്കിൽ ഇയർ ഡ്രമ്മിലെത്തിക്കുക ഒരു ജോലിയാണ്. ഇത് കൂടാതെ ഇതിനകത്ത് മൈന്യൂട്ട് ഹെയർസ്, ചെറിയ ഹെയർസ് ഉണ്ട്, വാക്സ് ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യും? ഇറ്റ് പ്രിവെന്റ് ദ ഡസ്റ്റ് ആൻഡ് ജേംസ് ഫ്രം എൻ്ററിങ് ദ ഇയർ. ഉള്ളിലേക്ക് കടക്കാതെ പൊടിപടലങ്ങളെയും അണുക്കളെയൊക്കെ തടഞ്ഞ് ട്രാപ്പ് ചെയ്ത് നിർത്തുന്ന ചില ഹെയർസും കുറച്ച് വാക്സും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പം ഇതാണ് ഇയർ കനാൽ. ആൻഡ് ഇത് ഇയർ കനാൽ ലെൻസിൻ്റെ ടിംപാനം ഓർ ഇയർ ഡ്രം ഓർ ഇതിൻ്റെ പേരെന്താ? കർണപടം. ഈ കർണപടം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ലെൻസ്, കണ്ണിനകത്തുള്ള ലെൻസിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അത് നമ്മൾ വിചാരിക്കും ലെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന കണ്ണാടി പോലെ. അങ്ങനെയല്ല, അത് സ്ഥലമാണ്, ഒരു നേർത്ത സ്ഥലം, മെമ്പറൈനാണ്. അതുപോലെ തന്നെയാണ് ഒരു മെമ്പറൈൻ, ഒരു സ്ഥലമാണ് ഈ കർണപടം എന്ന് പറയുന്നത്. ഈ സ്ഥലത്തിൻ്റെ ജോലി എന്താന്ന് നോക്കുമോ? ഇപ്പം നമ്മൾ ആ ഡോലൊക്കെ കൊട്ടുമ്പോൾ ശബ്ദം വരുന്നില്ലേ, അതെന്തുകൊണ്ട്? അതൊരു ഫ്രെയിമിലേക്ക് വളരെ ടൈറ്റായിട്ട് ഇങ്ങനെ ബന്ധിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അത് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കമ്പനം ഉണ്ടാകും, ഒരു വൈബ്രേഷൻ. ഇവിടെ അത് സംഭവിക്കും. അതായത് ശബ്ദതരംഗങ്ങൾ ചെവിക്കൂടെ സ്വീകരിച്ച് കർണനാളത്തിലൂടെ പറഞ്ഞ് കർണപടത്തിലെത്തുമ്പോൾ അത് ആ പൈപ്പിൻ്റെ അറ്റത്ത് ഇങ്ങനെ കെട്ടിവെച്ചതുപോലെ ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യും, ഒന്ന് കമ്പനം ചെയ്യും. ഈ കമ്പനം ചെയ്യലാണ് ആരുടെ ജോലി? ടിംപാനം, കർണപടത്തിൻ്റെ ജോലി. അപ്പം ടിംപാനം കമ്പനം ചെയ്തില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് ഉള്ള പ്രോസസ്സുകളൊന്നും നടക്കൂല, നമുക്ക് കേൾക്കാനും പറ്റില്ല. അപ്പോൾ ഷാർപ്പ് ഓബ്ജക്ട്സ് എടുത്ത് ചെവിക്കുള്ളിലേക്ക് ഇടരുതെന്ന് പറയുന്നത് കർണപടം പൊട്ടിപ്പോവും. പിന്നെ അത്ര ഉച്ചത്തിലുള്ള ശബ്ദം അല്ലെ, മറ്റേ ബോക്സിൻ്റെയൊക്കെ അടുത്ത് ചെവിയും കൊണ്ടുവച്ച് ഡാൻസ് കളിക്കുമ്പോൾ പറയും അത്ര വലിയ ശബ്ദം ചെവിക്കുള്ളിലേക്ക് പോകരുതെന്ന് പറയും. ചിലപ്പോൾ അതിൻ്റെ ഒരു പേഴ്സുണ്ട്
ഒരു ചെറിയ സുഷിരം വീണാൽ മതി കർണപടത്തിലേക്ക്. 2 ദോഷമാണ്. ഒന്ന്, ഇത് കമ്പനം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി തുടർന്ന് പഠിക്കുമ്പോൾ മനസ്സിലാകും. ഇവിടുത്തെ കമ്പനാണ് ഇനി അങ്ങോട്ട് ആരംഭം. കേൾവിയുടെ കമ്പനം ചെയ്തില്ലെങ്കിൽ ഇങ്ങോട്ടുള്ള ഭാഗങ്ങൾ വെറുതെ ഇരിക്കുള്ളൂ, അവർ പ്രവർത്തിക്കില്ല. ഈ കമ്പനമാണ് ഇവരുടെ പ്രവർത്തനത്തിന് അടിസ്ഥാനം. രണ്ടാമത്തേത്, ഈ ഹോളിലൂടെ അകത്തേക്ക് വെള്ളവും ഒക്കെ പ്രവേശിച്ചിട്ട് അതിനകത്ത് ഇൻഫെക്ഷനും ഉണ്ടാകും. അത് ചിലരിലൊക്കെ സംഭവിക്കുന്നുണ്ട്. കൊച്ചുനാളിൽ അറിയാണ്ട് പിന്നോ ക്ലിപ്പോ ഒക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കുത്തുമ്പോൾ കർണപടത്തിനകത്ത് ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് ചെയ്തൊരിക്കും. അടുത്തൊരാൾ തട്ടിയാൽ പെട്ടെന്ന് ഒബ്ജക്റ്റ് അതിനകത്ത് നേരത്തെ സ്ഥലമാണ്, അത് പൊട്ടിപ്പോകും. അപ്പോൾ ഇവിടെ കമ്പനം ചെയ്യുക നമ്മൾ നോർമലായിട്ടുള്ള കാര്യമെന്ന് പറയുക. അപ്പോൾ ഇയർഡ്രം വൈബ്രേറ്റ്സ് അക്കോർഡിംഗ് ടു ദ സൗണ്ട് വേഴ്സ്. ഈ സൗണ്ട് വേഴ്സിനനുസരിച്ച് കമ്പനം ചെയ്യും. അപ്പോൾ നമ്മൾ അടുത്ത് നിന്ന് പറയുന്നതാണെങ്കിൽ നമ്മൾ നന്നായി കേൾക്കാം. ദൂരെ നിന്നാണെങ്കിൽ ചെറുതായിട്ട് കേൾക്കൂ, അതിൻ്റെ ഒരു വോളിയം കുറഞ്ഞ് കേൾക്കുക. അതെന്താണെന്ന് ഇപ്പോൾ മനസ്സിലായിരിക്കുമല്ലോ. അടുത്തുനിന്നാണ് ശബ്ദ തരംഗങ്ങളിൽ ആണെങ്കിൽ വളരെ ശക്തിയിട്ടായിരിക്കും ഇവിടെ പോയി പതിക്കുക. അപ്പോൾ കമ്പനം ശക്തി കൂടും. ദൂരെ നിന്നാണെങ്കിൽ നേരത്തെ കമ്പനം ഉണ്ടാവുള്ളൂ, അതിനനുസരിച്ച് വെച്ച് മാത്രം നമ്മൾ കേൾക്കും. അപ്പോൾ എന്തായാലും ടിമ്പാനോ അല്ലെങ്കിൽ കർണപടം കമ്പനം ചെയ്തു. ഇനി അങ്ങോട്ട് സൗണ്ട് വേഴ്സ് എന്ന് പറയരുത്. സൗണ്ട് വേഴ്സ് ഇപ്പോൾ എന്തായാലും മാറിക്കഴിഞ്ഞു, വൈബ്രേഷൻ കമ്പനമായി മാറിക്കഴിഞ്ഞു. ഇനി നോക്കുക, ഈ കമ്പനം ഇയർ ഓസിക്കിളിലൂടെ കടന്നു പോകും. അപ്പോൾ ഈ 3 അസ്ഥികളും കൂടി ഇരുന്ന് ഇങ്ങനെ വിറയ്ക്കും. അപ്പോൾ ഈ കമ്പനം ആദ്യം ആരിലേക്ക് കിടക്കുക? മാലിയസിലേക്ക് കിടക്കും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടെയാണ്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഈ കമ്പനം മാലിയസിലേക്ക് കടന്നു. മാലിയസിൽ നിന്ന് ഇൻകസിലേക്കും ഇൻകസിൽ നിന്ന് സ്റ്റാപ്പിസിലേക്കും കടന്നു. അപ്പോൾ വൈബ്രേഷൻ അവസാനം കമ്പനം എവിടെ എത്തി? സ്റ്റാപ്പിസിലെത്തി. സ്റ്റാപ്പിസ് കമ്പനം ചെയ്ത സ്റ്റാപ്പിസ് എന്ന് വിറച്ചാലോ അടുത്ത ആര് വിറയ്ക്കാൻ തുടങ്ങും? ഇവിടെ ഇരിക്കുന്ന ഓവൽ വിൻഡോയും റൗണ്ട് വിൻഡോയും കമ്പനം ചെയ്യാൻ തുടങ്ങും. ആണല്ലോ. ഇപ്പോൾ ഇനി ഞാൻ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ, നെയിം ദ ഇയർ ഓസിക്കിൾ അറ്റാച്ച്ഡ് ടു ദ ഇയർഡ്രം എന്നും നെയിം ദ ഇയർ ഓസിക്കിൾ അറ്റാച്ച്ഡ് ടു ദ ഓവൽ വിൻഡോ എന്നും 2 ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ലൈൻ എങ്ങനെയാണ് ഇരിക്കുന്നത് അറിയാമെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം എഴുതാം. അപ്പോൾ അറ്റാച്ച് ടു ദ ഇയർഡ്രം ആരാണ്? മാലിയസ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഇയർഡ്രം ഓഫ് ടിമ്പാനം ആൻഡ് സ്റ്റാപ്പിസ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഓവൽ വിൻഡോ. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള. അപ്പോൾ ഈ ഒരു ലൈനായിട്ടാണ് അവർ ഇരിക്കുന്നതെന്ന് പഠിച്ചാൽ മതി. ആദ്യം ടിമ്പാനം പിന്നെ ഓവൽ വിൻഡോ. അപ്പോൾ ഇവരിങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഇയർ ഓസിക്കിളിൻ്റെ ജോലി എന്താ? ഇറ്റ് വൈബ്രേറ്റ്സ് അക്കോർഡിംഗ് ടു ദ വൈബ്രേഷൻ ഓഫ് ടിമ്പാനം. ഇപ്പോൾ ടിമ്പാനം എവിടെ എത്തി? ഓവൽ വിൻഡോയിലെത്തി. സോറി, വൈബ്രേഷൻ എവിടെ എത്തി? ഓവൽ വിൻഡോയിലെത്തി, റൗണ്ട് വിൻഡോയിലെത്തി. ഇനി അവർ വൈബ്രേറ്റ് ചെയ്യും. ഈ വൈബ്രേഷൻ കോക്ലിയയ്ക്കുള്ളിലെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡ് ചലിക്കാൻ കാരണം, അപ്പോൾ നമ്മുടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആ പാത്രത്തിൻ്റെ പുറത്തൊന്ന് തട്ടിയാൽ അകത്തിരിക്കുന്ന ദ്രാവകം ചലിക്കുമല്ലോ. ആ ദ്രാവകത്തിൻ്റെ ഉള്ളിൽ ഒരു കനം കുറഞ്ഞ ഒരു പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും അതിൻ്റെ മീതെ അതിങ്ങനെ അല്ലെങ്കിൽ ഒരു ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ഇല കിടന്നാൽ ഈ വെള്ളം ഇങ്ങനെ ഒരു വേവിലേക്ക് പോകേണ്ട ആ ഇലയും കൂടി ഇങ്ങനെ ചലിക്കുമല്ലോ. അതുപോലെ ഇതിനകത്തുള്ള ഫ്ലൂയിഡ് ചലിക്കുമ്പോൾ ഇതിനകത്ത് റിസപ്റ്ററുകൾ ഇരിപ്പുണ്ട്, ഗ്രാഹി ഇരിപ്പുണ്ട്. ഗ്രാഹി ഒന്നിങ്ങനെ ചലിക്കും. ഗ്രാഹി ചലിച്ചാൽ ഗ്രാഹി സ്റ്റിമുലേറ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ എന്തുണ്ടാകും? ഇമ്പൾസ്. 1ാമത്തെ ചാപ്റ്ററിലേക്ക് പോകണം. ഇമ്പൾസ് ഉണ്ടാകും, ആവേഗം ഉണ്ടാകും. ആവേഗത്തെ ഇവിടെ നിന്നൊരു നാഡി കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ പേര് ആഡിറ്ററി കനാൽ എന്നാണ്. ഒരു ശ്രവണ നാഡി കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുകൊടുക്കും? ബ്രെയിനിൻ്റെ സെറിബ്രം എന്ന് പറയുന്ന ഭാഗത്തേക്ക് കൊണ്ടുകൊടുക്കും. അപ്പം നമ്മൾ കേൾക്കുകയും ചെയ്യും. ഇത് നോക്കൂ, ഇവിടെ നമ്മൾ അർത്ഥവൃത്താകാര കോയിലുകൾ മോളി ഇരിപ്പുണ്ട്. ഇതിന്റെ താഴെ ഭാഗത്ത് വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്ന ഒരു ഭാഗവും കൂടെ ഉണ്ട്. ഈ സെമി സർക്കുലർ കനാൽ വെസ്റ്റിബ്യൂൾ. ഇവർ 2 പേരും കൂടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ബോഡി ബാലൻസ്, ശരീരത്തിന്റെ തുലനനില പാലനത്തെ സഹായിക്കുന്നത് സെമി സർക്കുലർ വെസ്റ്റിബ്യൂൾ. അവർക്ക് കേൾവിയിൽ യാതൊരു പങ്കുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തെ മാറ്റി വെക്കുക, പിന്നീട് പഠിക്കാം. പക്ഷേ ഇന്റേണൽ ഇയറിന്റെ പാർട്ടുകൾ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം കോക്ലിയ, സെമി സർക്കുലർ കനാൽ, വെസ്റ്റിബ്യൂൾ. പക്ഷെ ഹിയറിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി വരുമ്പോൾ ഇവർ പറയേണ്ട കാര്യമില്ല. ഇത് നമുക്ക് പിന്നീട് ഒരു സെക്ഷനിൽ ബോഡി ബാലൻസ് വേറെ പഠിക്കാം. ഇപ്പോൾ നമ്മൾ ഹിയറിങ് കണ്ടിന്യൂസ് പോവാം. അപ്പോൾ നമുക്ക് കോക്ലിയ വരെ എത്തി. അപ്പം നമുക്കിനി ഇവിടെ വരെ ഫംഗ്ഷൻ പറഞ്ഞു. ഏതുവരെ പറഞ്ഞു? ഇയർ ഓസിക്കിൾ വൈബ്രേറ്റ് അക്കോർഡിംഗ് ടു ദ വൈബ്രേഷൻ ഓഫ് ടിമ്പാനം എന്ന് പറഞ്ഞു. ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ, അവരുടെ ജോലി എന്താ? ഇറ്റ് വൈബ്രേറ്റ് അക്കോർഡിംഗ് ടു ദ വൈബ്രേഷൻ ഓഫ് ഇയർ ഓസിക്കിൾ ആൻഡ് കാസ് ദ മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻസൈഡ് ദ കോക്ലിയ. കോക്ലിയക്കുള്ളിലെ ദ്രാവകത്തിന്റെ ചലനത്തിന് കാരണമാണ്. അപ്പോൾ ലാസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് കോക്ലിയ, ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ഹിയറിംഗ്. ശ്രവണത്തിന്റെ ഭാഗം എന്ന് പറയുന്നത്
കോക്ലിയാണ്. ബിക്കോസ് ദ റിസപ്റ്റേഴ്സ് ആർ പ്രസന്റ് ഇൻസൈഡ് ദ കോക്ലിയ. ആഡിറ്ററി റിസപ്റ്റേഴ്സ്, ശ്രവണഗ്രാഹികളിരിക്കുന്ന ഭാഗം കോക്ലിയ ആയതുകൊണ്ട് ഇതാണ് പാർട്ട് ഓഫ് ഹിയറിംഗ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് പലരും ചെയ്യുന്നേ, പാർട്ട് ഓഫ് ഹിയറിംഗ് എന്ന് 1 മാർക്ക് ചോദിക്കും പരീക്ഷയ്ക്ക്, ഉടനെ എഴുതി വയ്ക്കും ഇയർ എന്ന്. അതല്ല അതിൻ്റെ ഉത്തരം. പാർട്ട് ഓഫ് ഹിയറിംഗ് എന്ത് എഴുതണം? കോക്ലിയ എന്ന് തന്നെ എഴുതണം. കോക്ലിയ ഇസ് ദ പാർട്ട് ഓഫ് ഹിയറിംഗ്. ഇപ്പം ഇത്രയും സ്ട്രക്ചർ മനസ്സിലായിരിക്കും. അതിൻ്റെ ഫങ്ഷൻ ഞാനൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചു. ഇനി നമുക്ക് ഇതിനെ പ്രത്യേകം എടുത്ത് പഠിക്കേണ്ടത് കോക്ലിയയെ കുറിച്ചാണ്. അപ്പം ശബ്ദ തരംഗങ്ങൾ വന്നു, ആഡിറ്ററി കനാലിലൂടെ പോയി, ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്തു. ഈ വൈബ്രേഷൻ ഇയർ ഓസിക്കിളിലൂടെ കടന്നുപോയി. ഇവിടെ ഓർമ്മിക്കണം, മാലിയസ് ഇയർ ഡ്രമ്മിനോട് സ്റ്റാപ്പിസ് ഓവൽ വിൻഡോ റൗണ്ട് വിൻഡോയോട് ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടിംബാന വൈബ്രേറ്റ് ചെയ്താൽ മാലിയസ് വൈബ്രേറ്റ് ചെയ്യും, ഇൻകസ് വൈബ്രേറ്റ് ചെയ്യും, സ്റ്റാപ്പിസ് വൈബ്രേറ്റ് ചെയ്യും, ഓവൽ വിൻഡോ റൗണ്ട് വിൻഡോ വൈബ്രേറ്റ് ചെയ്യും. അതിനോട് കെട്ടിവെച്ചിട്ടുണ്ട് എങ്ങനെ? സ്നെയിൽ ഷെൽ ഷേപ്ഡ് കോക്ലിയ, എ കോയിൽഡ് ട്യൂബിലേക്ക് കോക്ലിയ, ഒരു സ്നെയിലിൻ്റെ ഒച്ചിൻ്റെ പുറന്തോട് പോലെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുള്ള കോക്ലിയ. ആൻഡ് there is a fluid inside the cochlea and the valvular movement in the cochlea causes the stimulation of receptors present in the cochlea and impulses get generated. Auditory canal carries these symbols to the auditory nerve carries these symbols to the cerebrum and we can hear the sound. അങ്ങനെയാണ് നമ്മൾ ശബ്ദം കേൾക്കുക. ഇനി ഇവിടെ നമ്മളെത്തിയിട്ട് നമ്മൾ എളുപ്പത്തിലിപ്പോൾ പറഞ്ഞു തീർത്തു, ഫ്ലൂയിഡ് ഉണ്ടെന്ന്, മൂവ് ചെയ്യുമെന്നും, റിസപ്റ്റർ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. പക്ഷെ അത് അത്ര ഈസി അല്ല. അപ്പം നമ്മളിതിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് ഒന്നുകൂടെ ഇറങ്ങി നോക്കിയാൽ നമുക്ക് റിസപ്റ്റർ എവിടെ ഇരിക്കുന്നത്. നിങ്ങളിപ്പോൾ വെറും ട്യൂബ് മാത്രമേ കാണുന്നുള്ളൂ. ഈ ട്യൂബിൽ എവിടെ റിസപ്റ്റർ, അത് പ്രത്യേകം കോക്ലിയ വരച്ച് റിസപ്റ്ററിനെ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോഴും ശരിക്കും മനസ്സിലാവും. ഓക്കെ, ശരി. അപ്പം നമുക്ക് കോക്ലിയയുടെ ഉള്ളിൽ ഫ്ലൂയിഡ് ഉണ്ടെന്നും അത് മൂവ് ചെയ്താൽ ഇമ്പൾസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞല്ലോ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കോക്ലിയ തുടങ്ങുന്ന ഭാഗത്ത് ഇതുവരെയുള്ളത് ഓർമ്മയുണ്ടല്ലോ, ഇയർ ഓസിക്കിൾ വന്നു. പിന്നെ ഇവിടെ എന്തുള്ള ഒരു ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ. ഇനി ഇത് നോക്കുക, ഈ ഓവൽ വിൻഡോ ശരിക്കും വൈബ്രേഷനെ ഉള്ളിലേക്ക് കടത്തി വിടുകയും, ശരിക്കും പറഞ്ഞ റൗണ്ട് വിൻഡോ ആണ് ആ ഒരു മൂവ്മെൻറ്റിനെ, ആ ഫ്ലൂയിഡിനെ മൂവ്മെൻറ്റിനെ ശരിക്കും സഹായിക്കുന്നത് റൗണ്ട് വിൻഡോ ആണ്. ഓവൽ വിൻഡോ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുള്ളൂ. അതിന് എന്തെങ്കിലും ആവട്ടെ, ഓവൽ വിൻഡോ റൗണ്ട് വിൻഡോ സഹായിക്കുന്നത് നമുക്ക് പറയാം. മൂവ്മെൻറ്റ് ഫ്ലൂയിഡ് ഇൻസൈഡ് കോക്ലിയ അങ്ങനെ സഹായിക്കും. ഇനി നമുക്ക് കോക്ലിയ ഒരു ഒച്ചിൻ്റെ പുറന്തോട് പോലെയാണെന്ന് പറഞ്ഞു. അതായത് ഒരു കുറച്ച് കട്ടിയുള്ള ഒരു ഉരുണ്ടൊരു കുഴൽ. ഈ കുഴൽ ഒരു സോക്കറ്റിനകത്ത് വെച്ചിട്ടുള്ള ഒരു ബോണി സോക്കറ്റ്, ഒരു അസ്ഥി അറയ്ക്കുള്ളിൽ എന്ന് പറയുമ്പോൾ വലിയ കടുപ്പമൊന്നുമില്ല. നേരത്തെ ഒരു അസ്ഥി കൊണ്ടുണ്ടാക്കിയ ഒരു അസ്ഥി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ അത്ര ഹാർഡല്ല, നമ്മുടെ കയ്യിലും കാലിലുള്ളത് പോലെ അല്ല. അതിനകത്ത് ചെറിയ ഒരു അസ്ഥി കൊണ്ടുണ്ടാക്കിയ ഒരു അറ, ഒരു കൂട്. ആ കൂട്ടിൻ്റെ ഉള്ളിലാണ് ആരുടെ ഇരിപ്പ്? കോക്ലിയയുടെ ഇരിപ്പ്. ഇനി ഈ കോക്ലിയ ഒരു സ്നെയിലിൻ്റെ ഷെല്ല് പോലെ ഒച്ചിൻ്റെ പുറത്തോട് പോലെ ഇങ്ങനെ ചുരുണ്ടിരിക്കുകയാണ്. ഈ ചുരുണ്ടിരിക്കുന്ന കുഴലിനെ നമ്മൾ ബോണി ലാബറിന്ത് എന്ന് വിളിക്കും. ബോണി ലാബറിന്ത്. ഇപ്പം നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് ഞാൻ ഒരു കഷ്ണം ഇങ്ങനെ മുറിച്ച് വെച്ച് മാറ്റി കാണിക്കുകയാണ്. അപ്പം ഇങ്ങനെ നോക്കാം. ഇതാണ് ബോണി ലാബറിന്ത്, അതായത് ബോണി സോക്കറ്റ്. ബോണി സോക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അസ്ഥി അറ അല്ലേ? അപ്പം ഈ അസ്ഥി അറയുടെ ഉള്ളിൽ, ഇപ്പൊ ഇതൊരു ബോഡി സോക്കറ്റാണ്. ഇതിന്റെ ഉള്ളിലൂടെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. ഇതിന്റെ ഉള്ളിലൂടെ 2 സ്ഥലങ്ങൾ ഇങ്ങനെ പോവണമെന്ന് വിചാരിച്ചു. 2 സ്ഥലം കൊണ്ടുണ്ടാക്കിയ ഒരു കുഴല് ഇതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നു പോകണമെന്ന് വിചാരിക്കണം. അപ്പൊ ഇതൊരു നമ്മളതെങ്ങനെ ഞാൻ പറഞ്ഞത് വെച്ചാൽ നമ്മളൊരു PVC പൈപ്പ് പോലെ ആദ്യം ഒരു ബോണി സോക്കറ്റ് അതിങ്ങനെ പോവാണ്, ഒരു ബോണി ലെയർ ഇങ്ങനെ പോവാണ്. ആ ഭിത്തിയുടെ ഉള്ളിലൂടെ എന്തെങ്കിലും വേറൊരു ചെറിയൊരു പൈപ്പിനകത്ത് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ട്യൂബിനകത്ത് എന്തെങ്കിലും ദ്രാവകം വെച്ചിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചാൽ അവിടെ അപ്പം 3 പാർട്ടായില്ലേ, അങ്ങറ്റൊന്ന് നടക്കുന്നത്. അപ്പം നമ്മൾ PVC റൗണ്ട് പൈപ്പല്ല, ശരിക്കും ഇങ്ങനെ ഒരു സ്ക്വയർ ആയിട്ടിരിക്കുന്ന ഒരു പൈപ്പാണെന്ന് വിചാരിച്ചോ. അപ്പോൾ 3 പാർട്ടിഷൻ ആവൂലേ, നടുക്കൊരു ഇപ്പം ഇങ്ങനെ വിചാരിച്ചോ. ഇതെന്തെങ്കിലും പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും ഒരു ബോക്സ് ആണെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ നടുക്കത് ഇങ്ങനെ 2 സ്ഥലമോ ഗ്ലാസ്സോ ഇങ്ങനെ വെച്ചാൽ ഇപ്പം എത്ര അറയായി? 3 അറയായില്ലേ? ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ബോണി ലെയറിൻ്റെ ആ ബോണി സോക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ അതിനെ ബോണി ലാബ്രിന്ത് എന്ന് വിളിക്കും. ഇൻസൈഡ് ദ ബോണി ലാബ്രിന്ത് ദർ ഇസ് എ മെമ്പറൈനസ് ലാബ്രിന്ത്. അതിനകത്തൊരു മെമ്പറൈനസ് ലാബ്രിന്ത്, ഒരു മെമ്പറൈൻ കൊണ്ടുള്ള ഒരു അറയുണ്ട്. ഈ മെമ്പറൈനിൽ എത്ര മെമ്പറൈനുകൾ ഈ ലാബ്രിന്തിനകത്തുണ്ട്? 2 മെമ്പറൈൻ. ഇത് ലോവർ മെമ്പറൈനും ഇത് അപ്പർ മെമ്പറൈനും. ഈ അപ്പർ മെമ്പറൈന് പറയുന്ന പേര് റെസൊനേഴ്സ് എന്നും
ലോവറിനെ ബേസിലാർ എന്നും പറയും. ഇപ്പൊ തൽക്കാലം ഈ അപ്പർ റെസനേഴ്സിനങ്ങ് മറന്നേക്കുക, നിങ്ങൾക്ക് അത് ആവശ്യമില്ല. ഈ ലോവർ ഇതിനെ എന്താ ലോവർ മെമ്പറിനെ എന്ത് പറയും? ബേസിലാർ മെമ്പറൈൻ. മലയാളത്തിൽ അത് തന്നെയാണ്, ബേസിലാർ സ്തരം. ബേസിലാർ സ്തരം. അപ്പൊ ഈ ബേസിലാർ സ്തരം മുകളില് അപ്പർ വേറൊരു മെമ്പറൈൻ. ഇവിടെ എന്താണ്? ബോണിയാണ്. ഇവിടെ ബോൺ കൊണ്ടുണ്ടാക്കിയത് അസ്ഥിയാണ്, ഇത് അസ്ഥിയാണ്. അപ്പൊ ഇവിടെ 3 ലെയറുകള്, അപ്പർ, മിഡില്, ലോവർ, 3 ചാമ്പറുകൾ. ഇനി ഇതിനകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്, ഇതിനകത്തും ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡിനെ പെരിലിംബെന്നും ഇതിനകത്തിരിക്കുന്ന വേറൊരു സ്ട്രക്ചറുള്ള ഒരു ഫ്ലൂയിഡ് ഇതിന് എൻഡോലിംബെന്നും. എന്തുകൊണ്ടാണ് ഈ ഫ്ലൂയിഡ് തമ്മിൽ മിക്സ് ആയി പോകത്തെ? ഇത് 2 ബോണി സോക്കറ്റ്, ഇത് മെംബ്രൈനസും ആണ്. ഈ മെംബ്രൈനിന്റെ ഇടയ്ക്കാണ് ഈ ഫ്ലൂയിഡ് ഇരിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് ഫ്ലൂയിഡ് ഉണ്ടെന്ന് മാത്രം പഠിക്കാം. ഇനി ഈ മെംബ്രൈൻ എടുക്കുക, ബേസിലാർ മെംബ്രൈൻ. ഈ ബേസിലാർ മെംബ്രൈൻ ഏതൊക്കെ അറകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു? ലോവർ ചാമ്പർ, മിഡിൽ ചാമ്പർ. ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ പുറത്താണ് ആയിരിക്കുന്നത് ആഡിറ്ററി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന സെൻസറി ഹെയർ സെല്ലുകൾ എന്ന് വിളിക്കുന്ന റിസപ്റ്റർ. ഇതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുകയാണ് സെൻസറി ഹെയർ സെൽ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ്. കണ്ണിൽ എവിടെ ഒളിച്ചിരുന്നേ? ഏറ്റവും ഉള്ളിലത്തെ പാളിയായ റെറ്റിനയിലല്ലേ ഗ്രാഹികളിരുന്ന് റിസപ്റ്റർ ഇരുന്ന്. പ്രകാശം കോർണിയ വഴി കടന്ന്, ലെൻസ് വഴി കടന്ന്, പ്യൂപ്പിളിലൂടെ കടന്ന്, ലെൻസ് കടന്ന്, പിന്നെ വിട്രിയസ് ചാമ്പർ കടന്ന്, എല്ലാം പോയി അവസാനം റെറ്റിനയുടെ ഉള്ളിൽ പോയിട്ട് ഗ്രാഹിയിൽ പതിച്ചപ്പോഴല്ലേ ഇമ്പൾസ് ഉണ്ടായുള്ളൂ. അതുപോലെ നമ്മുടെ ചെവിയിൽ പുറത്തൊന്നുമല്ല, ഏറ്റവും ഉള്ളിലാണ് ആയിരിക്കുന്ന കോക്ലിയയുടെ ഉള്ളില് ഒളിച്ചിരിക്കും പോലെയാണ് ഈ റിസപ്റ്ററുകൾ, ഗ്രാഹികൾ ഇരിക്കുന്നത്. ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഗൻ ഓഫ് കോർട്ടി. ഓർഗൻ ഓഫ് കോർട്ടി. ഇതിന് മലയാളത്തിൽ വേറെ പേരൊന്നുമില്ല കേട്ടോ, ഓർഗൻ ഓഫ് കോർട്ടി തന്നെയാണ് അതിന്റെ പേര്. അപ്പൊ ഇതിന് ഏതൊക്കെ ചേർത്താ? ദ ബേസിലാർ മെംബ്രൈൻ അലോങ് വിത്ത് ദ സെൻസറി ഹെയർ സെൽ ഓർ റിസപ്റ്റർ. ഈ റിസപ്റ്ററുകളെ നമ്മൾ കണ്ണിൽ റോഡ് കോണെന്ന് വിളിച്ചതുപോലെ ഇത് ഹെയർ പോലെ, രോമം പോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഇതിനെ സെൻസറി ഹെയർ സെൽ എന്ന് വിളിക്കുന്നത്. ഇതിന് രണ്ടിനെയും ചേർത്ത് ഈ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് വിളിക്കും. ഇപ്പൊ നോക്കിക്കോ, ഞാൻ പറഞ്ഞ ടിംബാനത്തിലൊരു ഹോള് വീഴുന്നു കഴിഞ്ഞാൽ ബാക്കി പ്രോസസ്സൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ ഇപ്പൊ മനസ്സിലായില്ലേ? ടിംബാനം വൈബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ഇയർ ഓസിക്കിളും ഉണ്ടാതിരിക്കും. ഇയർ ഓസിക്കിൾ വൈബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ഓവൽ വിൻഡോ ആണെങ്കില്ല, റൗണ്ട് വിൻഡോ ആണെങ്കില്ല, അതാണെങ്കിലെങ്കിൽ ഫ്ലൂയിഡും ആണെങ്കില്ല. ഇതെങ്ങനെയാണ് ഇനി ഈ ഒരു സംഭവം നടക്കുന്നതെന്ന് നോക്കുക. അപ്പൊ നമുക്ക് ഇനി പ്രോസസ് ഓഫ് ഹിയറിംഗ് ആണ്. അതിനുമുമ്പ് ഈ സ്ട്രക്ചർ മനസ്സിലാക്കിക്കോ. അപ്പോൾ കോക്ലിയ എന്താണ്? ഇറ്റ് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദ ബോണി സോക്കറ്റ്, ആൻഡ് ഇൻസൈഡ് ദ ബോണി സോക്കറ്റ് there are 2 membrane, upper membrane and lower basilar membrane, which separate the bony socket into 3 chambers, upper, middle and lower chamber. The membrane which separate the middle chamber and lower chamber is known as the basilar membrane, and the receptors or sensory hair cells are present over the basilar membrane. And these sensory hair cells along with the basilar membrane is called the organ of cochlear. മനസ്സിലായോ? അപ്പോൾ കോക്ലിയ ഒരു ബോണി സോക്കറ്റിന്റെ ഉള്ളിലാണ്. ഈ ബോണി സോക്കറ്റിനെ മധ്യഭാഗത്ത് വെച്ച് 2 മെംബ്രെയിൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ 3 ചാമ്പറുകൾ ഉണ്ടാകുന്നു, മുകളിലൊന്ന്, മധ്യഭാഗത്തൊന്ന്, താഴെന്ന്. ഇനി ബേസിലാർ സ്ഥലം മധ്യഭാഗത്തുള്ള ചാമ്പറിനെയും ഏറ്റവും താഴെയുള്ള ചാമ്പറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ലെയർ മെംബ്രെയിന്റെ പേര് ബേസിലാർ സ്ഥലം എന്നാണ്. ബേസിലാർ സ്ഥലത്തിന്റെ പുറത്ത് കടന്ന രോമകോശങ്ങൾ, അവയാണ് ഗ്രാഹികൾ, ശ്രവണ ഗ്രാഹികൾ. ഈ രോമകോശങ്ങളെയും ആ ഭാഗത്തുള്ള ബേസിലാർ സ്ഥലത്തെ ഒരുമിച്ച് ചേർത്ത് ഓർഗൻ ഓഫ് കോർട്ടി എന്നൊരു പേരിൽ വിളിക്കുന്നു. അപ്പൊ ഇതാണ് കോക്ലിയയുടെ സ്ട്രക്ചർ. അപ്പൊ ഇത് പഠിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് വന്നാൽ നിങ്ങൾ സൂമാപ്പിന്റെ സമയത്ത് ചോദിച്ചാൽ മതി. ഇപ്പൊ ഇത് കോക്ലിയയുടെ സ്ട്രക്ചർ. നമുക്ക് അവസാനം പ്രോസസ് ഓഫ് ഹിയറിംഗ്. ഇപ്പൊ ആ ചെവിയുടെ പടം ഒന്നും കൂടെ എങ്ങനെ ഓർത്തെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിരിക്കും എങ്ങനെയാണ് കേൾക്കുന്നതെന്ന്. ആദ്യം എന്ത് സംഭവിച്ചു? സൗണ്ട് വേവ്സ് മലയാളത്തിൽ അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം എന്ത് സംഭവിക്കുന്നു? ശബ്ദ തരംഗങ്ങളെ ചെവി കൂടെ സ്വീകരിച്ചു, കർണനാളത്തിലൂടെ കടന്നുപോയി, കർണപടം കമ്പനം ചെയ്തു. ഈ കമ്പനം അസ്ഥി ശൃംഖലയുടെ കടന്നുപോയി അവസാനം ആര് കമ്പനം ചെയ്യും? ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ കമ്പനം ചെയ്യും. ഈ കമ്പനം കോക്ലിയയ്ക്കുള്ളിലെ ദ്രാവകത്തെ ചലിപ്പിക്കുകയും ഈ ചലനം കാരണം ഓർഗൻ ഓഫ് കോർട്ടിയിലെ രോമകോശങ്ങൾ ഉദ്ദീപിപ്പിക്കപ്പെടുകയും അവിടെ ആവേഗങ്ങൾ രൂപപ്പെടുകയും ചെയ്യും. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെയാണ് ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ ഒക്കെ ഇരിക്കുന്നത്. ഇതിങ്ങനെ കുലുങ്ങുമ്പോൾ ഈ ഫ്ലൂയിഡ് ഇങ്ങനെ വേവിലേക്ക് മൂവ്മെന്റ് ഉണ്ടാവും ഈ ഫ്ലൂയിഡിനകത്തൊക്കെ.
അപ്പോൾ എന്ത് ചെയ്യും, ഇത് സ്ഥലമാണ്, നേരത്തെ ഒരു സ്ഥലം ഇങ്ങനെ കിടക്കുകയാണ്, ഈ സ്ഥലം ഇങ്ങനെ ആടും. ഈ ഫ്ലൂയിഡ് ഇങ്ങനെ ചലിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഒരു പാത്രത്തിൽ ഇങ്ങനെ തട്ടിയാൽ അതിനകത്തുള്ള വെള്ളം ഇങ്ങനെ അനങ്ങിയാൽ ആ വെള്ളത്തിൻ്റെ പുറത്ത് ഒരു ഇല ഇങ്ങനെ പുറത്ത് അത് താഴ്ന്നു പോകാത്ത രീതിയിൽ കിടപ്പുണ്ടെങ്കിൽ അതിങ്ങനെ ചലിക്കും അല്ലേ. അതുപോലെ ഇവിടെ ഈ ഒരു വേവിലേക്ക് മൂവ്മെന്റ് ഈ ഫ്ലൂയിഡിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്ഥലം ഇങ്ങനെ ചലിക്കും. ഈ സ്ഥലം ചലിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതിന്റെ മുകളിലിരിക്കുന്ന രോമകോശങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതെന്ത് ചെയ്യും, പെട്ടെന്ന് ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, നിങ്ങൾക്ക് അതൊന്നും ഇല്ലാതെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം എങ്ങനെ സംഭവിക്കുന്നതെന്ന്. ഈ രോമകോശങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, ഇതിന്റെ പുറത്ത് ഇങ്ങനെ തട്ടാത്ത രീതിയിൽ ഒരു മെമ്പറൈൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ എന്ത് സംഭവിക്കുമെന്നറിയോ, ഈ സ്ഥലം ഇങ്ങനെ ചലിച്ച് ഈ സ്ഥലം ഒന്ന് വേവിലേക്ക് ഇങ്ങനെ പൊങ്ങിപ്പോയാൽ എന്ത് ചെയ്യും, അറിയാതെ രോമകോശങ്ങൾ ഇതിൽ പോയി തട്ടു അല്ലേ. ഈ സ്ഥലം ഇവിടെ കിടന്നതാ, ഈ ഫ്ലൂയിഡ് ഇങ്ങനെ അനങ്ങിയപ്പോൾ ഈ സ്ഥലം അങ്ങ് ഉയർന്നു പോയി. അപ്പോൾ ഇതിങ്ങനെ തട്ടി, ഇവർ തമ്മിൽ തട്ടിയാൽ ഉടനെ അയണുകളുടെ വിതരണം മാറും, ഇമ്പൾസ് ഉണ്ടാകും. അങ്ങനെയാണ് അതുണ്ടാകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതൊന്നും പഠിക്കാനില്ല, നിങ്ങൾ വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ. അപ്പം തരംഗചലന ഫ്ലൂയിഡിലെ ദ്രാവകത്തിൽ ഉണ്ടാകുന്നു. ഇത് ഓർഗൻ ഓഫ് കോർട്ടയിലെ രോമകോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഗ്രാഹികളെ ഉത്തേജിപ്പിക്കുന്നു. അവിടെ ആവേഗങ്ങൾ രൂപപ്പെടുന്നു. ഈ ആവേഗങ്ങളെ കൊണ്ടുപോകുന്ന കേൾവിയുടെ നാഡിയായതുകൊണ്ട് അതിൻ്റെ പേര് ശ്രവണനാഡി എന്ന് വിളിക്കും, അല്ലെങ്കിൽ ആഡിറ്ററി കനാൽ. ശ്രവണനാഡി അല്ലെങ്കിൽ ആഡിറ്ററി കനാൽ. ഏതാണ് കേൾവിയുടെ സെന്റർ? ഏതാ? സെറിബ്രം. സെറിബ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു, നമ്മൾ കേൾക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പ്രോസസ് ഓഫ് ഹിയറിംഗ് എങ്ങനെയാണ്? സൗണ്ട് വേവ്സ് ആർ കളക്റ്റഡ് ബൈ ദ പിന്ന ആൻഡ് കണ്ടക്ട് ടുവേർഡ്സ് ദ ഇയർ കനാൽ, ആൻഡ് ഇയർ കനാൽ ക്യാരീസ് ദ സൗണ്ട് വേവ്സ്. അതുവരെ നമ്മൾ സൗണ്ട് വേവ്സ് എന്നേ പറയാൻ പാടുള്ളൂ. സൗണ്ട് വേവ്സ് ടു ദ ടിംബാനം, ആൻഡ് ടിംബാനം വൈബ്രേറ്റ്സ് അക്കോർഡിംഗ് ടു ദ സൗണ്ട് വേവ്സ്, ആൻഡ് എയർ ഓസിക്കിൾസ് ക്യാരീസ് ദ വൈബ്രേഷൻ ഓഫ് ടിംബാനം ടു ദ ഓവൽ വിൻഡോ ആൻഡ് റൗണ്ട് വിൻഡോ, and they vibrates, and the vibration of this membrane casts the movement of fluid inside the cochlea. There is a wave-like movement inside the cochlea, wave-like movement in the fluid inside the cochlea, and it casts the movement of basilar membrane, and the hair cells or auditory cells or receptors present in the basilar membrane or in the organ of cortex stimulate. Impulses get generated, and these impulses are carried by the auditory canal to the auditory center of cerebrum, and we can hear the sound. അപ്പോൾ cerebrum ഒന്ന് അനലൈസ് ചെയ്യും. നമ്മൾ കേട്ടിട്ടുള്ള ശബ്ദമാണെങ്കിൽ നമ്മൾ തിരിച്ചറിയും. നേരത്തെയുള്ള മുൻപരിചയം വെച്ച് സെറിബ്രം നമുക്ക് അനലൈസ് ചെയ്തിട്ട് പറഞ്ഞു തരും അതാണ് എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. കേൾക്കാത്ത ശബ്ദമാണെങ്കിൽ പുതിയൊരു ശബ്ദം ആരോ എന്തോ നമുക്കറിയില്ല, പക്ഷെ എന്നാൽ നമ്മൾ കേൾക്കും. അപ്പോൾ ബ്രെയിന് അനലൈസ് ചെയ്തിട്ട് പരിചയമുള്ളതാണോ ഇല്ലാത്തതാണോ, എങ്ങനെയാണ് ആ ശബ്ദം, ഇഷ്ടപ്പെട്ട ശബ്ദമാണോ അല്ലാത്തതിനൊക്കെ നമുക്ക് പറഞ്ഞു തരാം. എന്തായാലും സെറിബ്രത്തെ അറിയിക്കുമ്പോൾ സെറിബ്രം നമുക്ക് തിരിച്ചു തരുന്ന നിർദ്ദേശമനുസരിച്ച് നമ്മൾ കേൾക്കുന്നു. ഇതാണ് പ്രോസസ്സ് ഓഫ് ഹിയറിംഗ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ഇയറിൻ്റെ ബാക്കിയിൽ എന്താ, ഇനി ഒരു ബോഡി ബാലൻസ് ഉണ്ട്. ഒരാളെ നമ്മൾ പഠിക്കാതെ വച്ചിട്ടുണ്ട്, സെമി സർക്കുലർ കനാൽ വെസ്റ്റിബ്യൂൾ. അവരാണ് ബോഡി ബാലൻസ്ഡ്. ഇത് കോക്ലിയ വരെ ഹിയറിംഗ്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ അവസാനിച്ചു. സംശയങ്ങളെല്ലാം പഠിച്ച ശേഷം സൂമാപ്പിൽ വരുമ്പോൾ ചോദിക്കുക സംശയം.